മണി മാജിക്കിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും സ്വപ്നങ്ങളിലും ആകുലതകളിലും സ്വർണത്തിന് എപ്പോഴും വലിയൊരു സ്ഥാനമുണ്ട്. വിവാഹം, കുട്ടികളുടെ ഭാവി, സാമ്പത്തിക സുരക്ഷിതത്വം എന്നിങ്ങനെ മലയാളി ജീവിതത്തിൻ്റെ എല്ലാ അടരുകളിലും ഈ മഞ്ഞലോഹം ഇഴചേർന്ന് നിൽക്കുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വർണ്ണ വിപണിയിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത കുതിച്ചുചാട്ടം പലരെയും അമ്പരപ്പിക്കുന്നതാണ്. 2025 തുടക്കത്തിൽ ഒരു പവൻ സ്വർണത്തിന് വെറും 57,500 രൂപ മാത്രമായിരുന്നു വില. ആ വർഷം അവസാനിച്ചപ്പോഴേക്കും 1,00,000 രൂപ എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തി നിൽക്കുന്നത് നാം കണ്ടു. കേവലം ഒരു വർഷം കൊണ്ട് 75% വളർച്ചയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഈ കുതിപ്പ് തുടരുകയാണെങ്കിൽ 2026 അവസാനിക്കുമ്പോഴേക്കും സ്വർണ്ണവില 2,00,000 രൂപയിലേക്ക് എത്തുമോ എന്ന ഗൗരവകരമായ ചർച്ചയിലാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും നിക്ഷേപകരും. സ്വർണ്ണവിലയുടെ ചരിത്രപരമായ വളർച്ച പരിശോധിച്ചാൽ ഇതൊരു പെട്ടെന്നുണ്ടായ പ്രതിഭാസമല്ലെന്ന് മനസ്സിലാക്കാം. 2023 വിപണിയിൽ 15% വളർച്ചയുണ്ടായപ്പോൾ 2024 ആയപ്പോഴേക്കും അത് 27% ഉയർന്നു. എന്നാൽ 2025 രാജ്യാന്തര വിപണിയിലുണ്ടായ മാറ്റങ്ങൾ സ്വർണത്തെ ഒരു അജയ്യമായ നിക്ഷേപമാക്കി മാറ്റി. 2026 തുടക്കത്തിൽ തന്നെ സ്വർണ്ണവില 18% വളർച്ച രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നത് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. ജനുവരി 1 ഔൺസിന് $4,321 ആയിരുന്ന രാജ്യാന്തര സ്വർണ്ണവില വെറും 27 ദിവസങ്ങൾക്കുള്ളിൽ $5,100 കുതിച്ചു കയറി. ഈ വേഗതയിൽ വിപണി മുന്നോട്ട് പോവുകയാണെങ്കിൽ 2025 കണ്ട അതേ വളർച്ചാ നിരക്ക് ആവർത്തിച്ചാൽ പോലും പവൻ വില 1,80,000 കടന്ന് 2,00,000 നീങ്ങാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇത്തരത്തിൽ അനിയന്ത്രിതമായി ഉയരുന്നത് എന്ന ചോദ്യത്തിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളാണ്. യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധികളും രൂപപ്പെടുമ്പോൾ നിക്ഷേപകർ സുരക്ഷിതമായ ഒരു ഇടം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നു. ഓഹരി വിപണികളോ കറൻസികളോ തകർന്നടിയുമ്പോഴും മൂല്യം നഷ്ടപ്പെടാത്ത ഏക സമ്പത്തായി സ്വർണം നിലനിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം. ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരമായി വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിലവർധനവിന് ആക്കം കൂട്ടുന്നു. ഇതിനോടൊപ്പം തന്നെ ഡോളറിന് പകരമായി മറ്റ് കറൻസികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഡോളറൈസേഷൻ പ്രക്രിയയും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിലെ ലളിതമായ ഒരു നിയമമാണ് വിതരണവും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം. സ്വർണത്തിന്റെ ഖനനം പരിമിതമാണ്. എന്നാൽ ഇത് സ്വന്തമാക്കാനുള്ള ജനങ്ങളുടെയും രാജ്യങ്ങളുടെയും ആഗ്രഹം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ പലപ്പോഴും കറൻസികൾക്ക് സാധിക്കാതെ വരുമ്പോൾ സ്വർണം ഒരു മികച്ച പ്രതിരോധമായി മാറുകയാണ്. പണത്തിൻ്റെ മൂല്യം ഇടിയുമ്പോഴും സ്വർണത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ സ്വർണ്ണവിലയിലുണ്ടാകുന്ന ഓരോ കുതിച്ചുചാട്ടവും സ്വാഭാവികമായ ഒരു സാമ്പത്തിക പരിണാമമായി മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ സ്വർണ്ണ വിപണിയിൽ ഇപ്പോൾ കാണുന്ന ഒരു ചെറിയ ഇടിവ് പലരെയും ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് എന്നാണ് ചില മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ വസ്തുതകൾ പരിശോധിച്ചാൽ ഇതൊരു തകർച്ചയല്ല, മറിച്ച് ഒരു ഹെൽത്തി കറക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. 2025-26 കാലയളവിൽ സ്വർണത്തിന് 105%, വെള്ളിക്ക് 240% വളർച്ചയാണ് ഉണ്ടായത്. ഇത്രയും വലിയൊരു കയറ്റത്തിന് ശേഷം വിപണി സ്വാഭാവികമായും ഒന്ന് തണുക്കും. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ കറക്ഷൻ എന്ന് വിളിക്കുന്നത്. വെള്ളിക്ക് 36%, സ്വർണത്തിന് 16% വില കുറഞ്ഞത് ഒരു വൻ വീഴ്ചയായി തോന്നാമെങ്കിലും മുമ്പുണ്ടായ വലിയ ലാഭവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു തിരുത്തൽ മാത്രമാണ്. സ്വർണ്ണ വിപണിയിൽ ഇത്തരം കറക്ഷനുകൾ സംഭവിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഇത് പുതിയ നിക്ഷേപകർക്ക് വിപണിയിലേക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കുന്നു. അമിതമായി വില കയറുമ്പോൾ ഉണ്ടാകുന്ന കുമിളകൾ ഉടയാതിരിക്കാൻ ഇത്തരം വിലയിടിവുകൾ സഹായിക്കുകയും ചെയ്യും. ആഗോള അനിശ്ചിതത്വങ്ങളും പണപ്പെരുപ്പവും സെൻട്രൽ ബാങ്കുകളുടെ പർച്ചേസിംഗും ഇപ്പോഴും ശക്തമായി തുടരുന്നിടത്തോളം കാലം സ്വർണത്തിന്റെ അടിസ്ഥാന മൂല്യം ഇടിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്ന ഈ ഇടിവിന് ശേഷം സ്വർണ്ണവില വീണ്ടും ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നുമാണ് വിപണി നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിങ്ങൾ ഒരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ഇത്തരം താൽക്കാലിക വിലയിടിവുകൾ നിങ്ങളെ ബാധിക്കേണ്ടതില്ല. സ്വർണം എപ്പോഴും ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭം മാത്രം നൽകിയിട്ടുള്ള ഒരു നിക്ഷേപമാണ്. കയ്യിലുള്ള സ്വർണം വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പേടിച്ച് വിൽക്കുന്നത് വലിയ വിഡ്ഢിതമായിരിക്കും. പാനിക് സെല്ലിംഗ് അഥവാ ഭയപ്പെട്ട് വിൽക്കുന്ന പ്രവണത നിക്ഷേപകന് വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കും. നമ്മൾ വിൽക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ നിക്ഷേപം സുരക്ഷിതമാണ്. വിപണി വീണ്ടും ഉയരുമ്പോൾ ആ നഷ്ടം നികത്തപ്പെടുകയും വലിയ ലാഭത്തിലേക്ക് മാറുകയും ചെയ്യും. ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നതാണ് ഒരു ബുദ്ധിയുള്ള നിക്ഷേപകൻ ചെയ്യേണ്ടത്. ചുരുക്കത്തിൽ 2026 സ്വർണ്ണവില 2 ലക്ഷം രൂപയിലേക്ക് എത്തുമോ എന്നത് കേവലം ഒരു ഊഹാപോഹമല്ല, മറിച്ച് വിപണിയുടെ ചലനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു സാധ്യതയാണ്.
ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ അനുകൂലമാവുകയും ഡിമാൻഡ് ഇതേപോലെ തുടരുകയും ചെയ്താൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സ്വർണത്തിന് അധികം സമയം വേണ്ടിവരില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിലയിടിവിനെ ഒരു തകർച്ചയായി കാണാതെ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായി കാണുന്നതാണ് ഉചിതം. സ്വർണത്തിന്റെ തിളക്കം ഒരിക്കലും മങ്ങില്ലെന്നും അത് കാലാതീതമായി മൂല്യം നിലനിർത്തുമെന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെയും കൃത്യമായ പ്ലാനിങ്ങോടെയും സ്വർണത്തിൽ നിക്ഷേപം തുടരുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. നിങ്ങൾ സ്വർണത്തിലോ വെള്ളിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ കറക്ഷൻ പീരീഡ് മികച്ചൊരു എൻട്രി പോയിന്റായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിപണിയുടെ ചാഞ്ചാട്ടങ്ങളെ ഭയപ്പെടാതെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോവുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.